കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടേയിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു പെസഹ ആചരിക്കുന്നതിൻ്റെയും ഒരു 6 ദിവസത്തേക്ക് മുമ്പായിട്ട് യെരുശലേമിനോട് സമീപിച്ച ഒലിവുമലയ്ക്കരികെയുള്ള ബേത്ലഹേമിൽ അവിടെ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു: നിങ്ങളുടെ എതിരെ ഇരിക്കുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ പോയിട്ട് അവിടെ ഒരു പെൺ കഴുതയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്നത് കാണും. നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അങ്ങനെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും എന്തിനെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി ആ കഴുത കുട്ടിയെയും അഴിച്ചു കൊണ്ടുവന്നു. വരുന്നത് പുരുഷാരം കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തു തൻ്റെ വസ്ത്രം അതിൻ്റെ പുറത്ത് വിരിച്ചിട്ട് കഴുതയുടെ പുറത്ത് കയറിയിരുന്നു. പക്ഷേ നോക്കി നിന്ന പുരുഷാരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ തങ്ങളുടെ വസ്ത്രങ്ങളെ ഉരുവി വഴിയിൽ വിരിച്ച് മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടി വഴിയിലിട്ടും അവർ ആർത്ത് ഘോഷിച്ചു കൊണ്ടേയിരുന്നു. അവർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, വായിച്ചു കേട്ട കുറിവാക്യം തന്നെ, മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടേയിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ദൈവം ഹോശന്ന, ജനങ്ങൾ ഹോശന്ന പാടി. അപ്പോൾ നമ്മളിവിടെ കാണപ്പെടുന്നത് ഒരു ഹോശന്ന ഞായറാഴ്ച ആണ് ഇന്ന്. എങ്കിലും ആ ഒരു ഹോശന്ന ഞായറാഴ്ചയിൽ കൂടെ ദൈവം പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഈ ലോകത്ത് കെട്ടിയിട്ടിരിക്കുന്ന, ആരും കയറാതെ അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരുന്ന ഒരു കഴുതയെ കർത്താവ് അഴിച്ചു വരുവാൻ പറയുകയാണ്. അപ്പോൾ ആ കഴുത, നാം പറയും, നാം ഇന്ന് പലപ്പോഴും ഈ കഴുത പോലെയാണ്. ആരും കാണാതെ, ആർക്കും ഒരു പ്രയോജനമില്ലാതെ കെട്ടിയിട്ടതുപോലെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു മൂലയിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിലോ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കാം നാം. പ്രിയ പൈതലെ, നിങ്ങൾ ഏത് കണ്ടീഷനിലാണ് ഒതുങ്ങിയിരുന്നാലും കർത്താവ് നിങ്ങളെ കാണുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് മറന്നു കളയണ്ട. ആ ഒരു കഴുതയെ ശിഷ്യന്മാരാരും കണ്ടില്ല. പക്ഷെ ആ ഒരു എതിരെയിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കഴുത കെട്ടിയിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു കെട്ടിൽ നിന്ന് കഴുതയെ വിടുവിപ്പാൻ കർത്താവ് മനസ്സ് കാണിച്ചെങ്കിൽ ഇന്ന് പാപത്തിനെ കൊണ്ടും ശാപം കൊണ്ടും പട്ടിണി കൊണ്ടും പരിഹാസം കൊണ്ടും നിന്ദകൾ ഞെരുക്കങ്ങൾ നിറഞ്ഞ കൊണ്ടും നാം കെട്ടിയിട്ടിരിക്കപ്പെടുകയാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കുവാൻ മനസ്സില്ലാതെ, ആരോടും ഒരു വാക്ക് ഉരിയാടുവാൻ മനസ്സില്ലാതെ തകർക്കപ്പെട്ടവരായി, ഈ കഴുത കെട്ടി എങ്ങനെ ഇട്ടുന്നത് അതേപോലെ കെട്ടപ്പെട്ടവരായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ കെട്ടുകളെ പൊട്ടിക്കുവാനും നിങ്ങളെ വെളിച്ചത്തിൽ കൊണ്ടുവരുവാനും ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നത് മറന്നു കളയണ്ട. ഈ ശിഷ്യന്മാർ ആ കഴുതയെ അഴിക്കുവാൻ പോയതുപോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മുടെ കെട്ടുകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കർത്താവ് ഒരു ദിവസം ഇറങ്ങി വരുമെന്ന് മറന്നു കളയേണ്ട. യേശു ക്രിസ്തു സകല പാപത്തെയും നീക്കി, സകല രോഗത്തെയും മാറ്റി, നമ്മുടെ സകല കഷ്ടപ്പാടുകളെ നീക്കി തൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അന്ത്യം വരെയും നമ്മെ കാവൽ ചെയ്യുമെന്ന് മറക്കാതെ അവനിൽ തന്നെ വിശ്വസിച്ച് കാത്തിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ പൈതങ്ങൾ കർത്താവെ, ഇന്ന് കുരുത്തോല ഞായറാഴ്ച ആരാധിക്കുമ്പോൾ കർത്താവെ, ആ ദിവസമാണല്ലോ കർത്താവെ കെട്ടിയിട്ടിരുന്ന ഒരു പെൺ കഴുതയും കുട്ടിയെയും കർത്താവെ അഴിച്ചു കൊണ്ടുവരുവാൻ അങ്ങ് പറഞ്ഞത്. കർത്താവെ, ഈ കർത്താവെ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നുവോ, എന്തെല്ലാം പ്രശ്നങ്ങൾ കണ്ണീർ വഴിച്ചുകൊണ്ടിരിക്കുന്നുവോ കർത്താവെ, അതിലൊക്കെ ഒരു പരിഹാരം കിട്ടുവാനും കർത്താവെ കാലിലെ ധൈര്യമായി ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുവാനും ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പാപലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ, പാപത്തിനും മായയ്ക്കും അടിമയായി പോകാതെ ദൈവരാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.